ഉള്ളി സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചെറിയ ഉള്ളി നല്ല വില കുറച്ച് കിട്ടി. അപ്പോൾ നന്നാക്കി എടുത്തു. ഏകദേശം ഒരു 1/4 കിലോ, കുറച്ചും കൂടി ഉണ്ടാവും. പിന്നെ ഒരു കൈപ്പിടിയിൽ കൂടുതൽ പരിപ്പ്, പച്ചമുളകും കരിവേപ്പിലിട്ടു. ഒരു തക്കാളിയും കൂടി അതിൽ മുറിച്ചിട്ടു. കല്ലുപ്പിട്ടു. അടച്ചു വെച്ച് വിസിലടിച്ച് പെട്ടെന്ന് വേവും കേട്ടോ. ഇത് ഉള്ളിയും പരിപ്പൊക്കെ ആയതുകൊണ്ട് നല്ല പരിപ്പാണ്, നല്ല ക്വാളിറ്റി പരിപ്പാണ്. ഞാൻ മാളിൽ പോയപ്പോൾ മേടിച്ചതാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായപ്പൊടി, പിന്നെ സാമ്പാർ പൊടി. ഞാൻ വീട്ടിൽ പൊടിക്കണ തന്നെ സാമ്പാർ പൊടിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ പുളി, ഒരു ശകലം പുളി. ഇത് ടൊമാറ്റോ ഇട്ടിരിക്കണോണ്ട് അധികം പുളി വേണ്ട. അപ്പോൾ ഇത്തിരി പുളി എടുത്തിട്ടുള്ളത് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം, കുറച്ച് ശർക്കരയും കൂടി ഇട്ടിട്ടുണ്ട്. നല്ല ഉള്ളി സാമ്പാറിന് എപ്പോഴും ഇത്തിരി ശർക്കര ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ച് മാറ്റി വയ്ക്കുക. കടുക്, ഉലുവ നല്ലോണം പൊട്ടിക്കഴിയുമ്പോൾ ഒരു മുളക് ഇട്ടെടുത്ത് അതും ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും കരിവേപ്പില ഇട്ട് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഊണിൻ്റെ വിഭവം സാമ്പാർ, വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, പപ്പടം, അച്ചാർ, നാരങ്ങ അച്ചാറാണ് കേട്ടോ. അത് ഞാൻ ഉണ്ടാക്കിയതൊന്നും